മുസ്ലിങ്ങളെ രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരെ ചിത്രീകരിക്കാനും അക്രമകാരികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കാനും വേണ്ടി വെറുപ്പിന്റെ രാഷ്ട്രീയം വിതയ്ക്കുന്ന, രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സംഘപരിവാറിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന മറുപടിയുമായി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലെ സഹോദരന്മാർ. और जो लोग मुसलमानों को टारगेट करते हैं वो आंख खोल करके अगर नहीं खुल रही हो तो आंख में मिर्च। भाइयों से सीखें जिनको आप लगातार गालियां दे दे करके उनकी बहन बेटियों का बुर्खा उठा के चेहरा देखने वाले बेशर्मो आज जाके पंजाब की हालत। और जब भारत के अंदर जब मुसीबत आई है हर जगह मुसलमान दिखाई दिया। मदद കാലങ്ങളായി മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയൊന്നും അക്രമത്തിന്റെ ഭാഷയിൽ മറുപടി പറയാതെ സമാധാനത്തിലൂടെ മാത്രം മുന്നോട്ടേക്ക് പോയിട്ടുള്ള, നന്മകൾ മാത്രം ചെയ്യാൻ വേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് വരുന്ന മുസ്ലിങ്ങൾ ഒരുപാട് മാതൃകകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ മാസം നടന്നിട്ടുള്ളത് അതിനൊക്കെ കടത്തിവെട്ടുന്ന ഒരു സംഭവമാണ്. ഒരു പ്രളയഭൂമിയെ പ്രണയഭൂമിയാക്കി മാറ്റിയ മുസ്ലിം സഹോദരന്മാരുടെ കഥ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വേറെ വേറെയല്ല, നമ്മളൊക്കെ സഹോദരന്മാരാണ്, നമ്മളൊക്കെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നൊക്കെ മുസ്ലിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് തങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ്. കഴിഞ്ഞ മാസം അവസാനം, അതായത് നബിദിനത്തോടനുബന്ധിച്ച് പഞ്ചാബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്, പ്രളയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 1988 ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രളയത്തിൽ 1400ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയുണ്ടായി. 3.5 ലക്ഷത്തിലേറെ ആളുകൾക്ക് വീടും കൃഷിസ്ഥലവും എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. 30ഓളം ആളുകൾ മരണപ്പെട്ടു. പഞ്ചാബ് മുഴുവൻ പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഭീകര നിമിഷത്തിൽ നമുക്കറിയാം, പഞ്ചാബികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല ഒരാൾക്ക് മുന്നിലും കൈനീട്ടാൻ പോകാത്ത ആത്മാഭിമാനികളായിട്ടുള്ള ആളുകളാണ് ഈ സിഖുകാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവര് എല്ലാം നഷ്ടപ്പെട്ടു. കഴിക്കാൻ ഭക്ഷണമോ ശുദ്ധജലമോ താമസിക്കാൻ വീടോ ഒന്നുമില്ലാതെ, ഇട്ടുകൊടുക്കാൻ വസ്ത്രങ്ങൾ പോലും ഇല്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ അവരങ്ങനെ പരിഭ്രമിച്ച് നിന്ന സമയത്ത് തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിലെ മേവാത് ജില്ല, ഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മേവാത്. മേവാദികൾ എന്നാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പറയാം. ഏകദേശം 80% മുസ്ലിങ്ങളാണ് മേവാതിൽ താമസിക്കുന്ന ആളുകൾ. പതിവിൽ നിന്ന് വിപരീതമായിട്ട് ബാങ്ക് വിളിക്കാനല്ലാതെ അവിടുത്തെ പള്ളികളിലെ മൈക്കുകൾ പ്രവർത്തന സജ്ജമാവുകയാണ്. ആ മൈക്കുകളിലൂടെ പറഞ്ഞത് ഇത്ര മാത്രമാണ്: നമ്മുടെ സഹോദരന്മാർ വലിയ പ്രയാസത്തിലകപ്പെട്ടിരിക്കുകയാണ്, അവരെ സഹായിക്കാനായി മുസ്ലിം സഹോദരന്മാരെല്ലാവരും മുന്നോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു തീർന്നിട്ടില്ല. നിമിഷ നേരങ്ങൾക്കുള്ളിൽ മേവാതിലുള്ള ഓരോ പള്ളികളിലേക്കും ജനങ്ങൾ ഇരച്ചു കയറിയാണ്. പ്രളയഭൂമിയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, വസ്ത്രം അങ്ങനെയുള്ള അടിസ്ഥാന സാധനങ്ങളുമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പള്ളികളൊക്കെ വലിയ സംഭരണശാലകളായിട്ട് മാറുകയാണ്. 5 വയസ്സുകാരിക്ക് മിഠായി വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊടുത്തയച്ച 10 രൂപക്ക് വാങ്ങിയിട്ടുള്ള 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മുതൽ 90 വയസ്സായ സ്ത്രീ കിലോമീറ്ററുകളോളം ചുമന്നു കൊണ്ടുവന്നിട്ടുള്ള 1/2 കിലോ ആട്ട വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിവരിക്കാനാവുന്നതിനും അപ്പുറമുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ പ്രളയഭൂമിയിലേക്ക് തങ്ങളുടെ സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടിട്ടുള്ളത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭക്ഷണവും അവശ്യ സാധനങ്ങളും നിറച്ച 100 കണക്കിന് ട്രക്കുകൾ മേവാതിൽ നിന്ന് പഞ്ചാബിലെ പ്രളയബാധിത പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി. പ്രളയബാധിത പ്രദേശത്തിന്റെ പരിസര പ്രദേശത്തുള്ള മസ്ജിദുകളും മദ്രസകളും ഒക്കെ അതിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുകയാണ്. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് അഭയകേന്ദ്രങ്ങളായിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ മാറുകയാണ്. അതുകൊണ്ട് തീർന്നിട്ടില്ല. 1500ഓളം ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ട് ഷാറുഖ് ഖാൻ മുന്നോട്ടേക്ക് വരികയാണ്. താനും തന്റെ ടീമും തങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും പ്രളയബാധിതർക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് തന്റെ ഏറ്റവും വലിയ ഷോ ആയിട്ടുള്ള ബിഗ് ബോസിലൂടെ സൽമാൻ ഖാൻ അറിയിക്കുകയാണ്. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി 5 ഗ്രാമങ്ങളെ ദത്തെടുക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളൊക്കെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും കോടിക്കണക്കിനുള്ള സ്വത്ത് വകകൾ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തുകൊണ്ട് ദുരന്ത ബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. മേവാതിൽ നിന്ന് മാത്രമല്ല, രാജസ്ഥാനിൽ നിന്നും മറ്റുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. മുസ്ലിമും സിഖുകാരനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഹൃദയം കൊണ്ട് ഒന്നു ചേരുന്ന ഒരു കാഴ്ച, സ്നേഹം കൊണ്ട് ചരിത്രം രചിച്ച ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മാസം പഞ്ചാബിൽ സംഭവിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. बहुत ज्यादा पानी आ गया था, छोटे छोटे बच्चे लेके हम भाग रहे थे। हमने बोला मंदिर खोलो, बोले मंदिर हमने खोलना ही नहीं है, हमारी चोरी हो जाएगी, कुछ हो जाएगा। हमने हाथ भी जोड़े उनके आगे, भैया मंदिर खोल। रहने के लिए मस्जिद भी है। अच्छा, रहने के लिए सब इंतजाम किए, मुसलमान लोग आपका सपोर्ट कर रहे हैं। मोदी मीडिया ने जिन मुसलमानों को थूक जिहाद करने वाला बताया था, वो मुसलमान डूबते पंजाब को बचाने के लिए जान की बाजी पर खेल रहे हैं। नकली राष्ट्रवादियों ने पंजाब को अपने हाल पर छोड़ दिया है। ये पंजाब की तस्वीरें हैं। अब कौन सा संगठन बढ़ के गया बताइए? पंजाब को मदद करने के लिए कौन है? मुसलमान
आए हैं, कौन है मेवात के लोग, ठीक है। जिन मुसलमानों के तुम लोगों का पीछे पड़े रहते थे, जैसे पागल कुत्ते पीछे पड़े रहते थे ना, पागल कुत्ते की जैसे पीछे पड़े रहते हैं मुसलमानों के, तो वही मुसलमान बढ़ चढ़ के जाके उनकी मदद करने का काम कर रहे हैं। एकदम चुप रहो। और खोल कर देखें वहां जाकर पंजाब में कि किस तरीके से मेरे मुस्लिम भाइयों ने या जो लोग मानवता में विश्वास रखते हैं उन्होंने अपने मदरसों में, अपनी मस्जिदों में उनके खाने के इंतजाम किए। जो अपने आप को कहते हैं कि दुनिया का सबसे बड़ा संगठन है, बीजेपी दुनिया की सबसे बड़ी पार्टी है, किसी ने कोई भाजपा का पट्टा गिरा के हमारा असर बांटने काम किया, पीड़ितों का पूछने काम किया। ये मुस्लिम महिला अपना गहना बेच के मदद कर रही है और हाथ चड्डी वाला सब सोया हुआ है, टोपी पैजामा वाला जाकर मदद कर रहा है। देखिए तुम देखो, तुम जिन मुसलमानों के लिए गंद फैलाते हो और जिन सरदारों को खालिस्तानी बोलते हो, तुम्हारी बिना मदद के वो देखो किस तरह से अपने लोगों को देखो टारगेट किया जाता है, उनकी इमेज खराब की जाती है। लेकिन मुसलमान एक बहुत अच्छी कौम है, इस्लाम बहुत अच्छी चीज है और अच्छा धर्म है, वो अच्छी चीजें सिखाता है। आज सिख दिक्कत में तो सिख के साथ आरएसएस बीजेपी नहीं खड़ी है, खड़ा है तो मुसलमान खड़ा है। मुसलमान और सिख जो है मोहब्बत की दुकान चलाता है, नफरत की दुकान नहीं करता। आज पंजाब के अंदर जब बाढ़ आई है तो एक भी दिखाई नहीं दे रहा है कहीं पर। वो लोग जो कहते हैं कि मुसलमान से खतरा है, मुसलमान से खतरा है, लेकिन मुसलमान सड़कों पर उतरा हुआ है, पानी में उतरा हुआ है, लोगों को दवाइयां तक भेज रहा है, ट्रक भर भर के सामान लेके जा रहा है। गुरुद्वारों के दरवाजे खुले हुए हैं, मस्जिदों के दरवाजे खुले हुए हैं, मुस्लिम भाई सामान इकट्ठा करके वहाँ लेके जा रहे हैं। मानवता की रक्षा के लिए इससे बड़े उदाहरण कहीं नहीं मिलेंगे। और पंजाब के लोगों के लिए सबसे आगे कौन है? मुसलमान सबसे आगे है। मुसलमानों का कोई संगठन नहीं है, लेकिन कहीं भी मदद करने के लिए ये लोग पहुंच जाते हैं। और वही बताइए, ये हाफ पैंट वाले बड़का बड़का संगठन लेके घूमते हैं, सिर्फ दंगा फैलाने के लिए आगे रहते हैं, लेकिन मदद के नाम पे कहीं ये संगी नजर नहीं आएंगे। पंजाब में बाढ़ आई हुई है, मुसलमान वहाँ पर सहायता कर रहे हैं। न्यूज चैनल, नेशनल न्यूज चैनल तो बिल्कुल भी नहीं दिखाएंगे। सोशल मीडिया पर दिख गया तो उसको हम इग्नोर कर देंगे, क्योंकि सबको पता चल जाएगा मुसलमान अच्छे भी होते हैं, उनके अंदर भी दिल है, वो भी इंसान है। अगर ये चीजें हमारे देश की जनता को जागरूक हो गई तो हमारे देश में हिंदू मुस्लिम कैसे होगी, फिर हमारे देश की जनता को यूज कैसे किया जाएगा। कम से कम 1000 गाड़ियां मेवात से अपने भाइयों के लिए राशन आ रहा है, जिन पे मुसीबत आई हुई है। जीनत उलूम मदरसे नारायणगढ़ से ट्रकों के जरिए खाने का सामान भेजा जा रहा है। जिन मदरसों को भाजपा के लोग आतंक का अड्डा कहते हैं, वहां से जान बचाने का पैगाम निकल रहा है। फिर से कह रही हूँ, जिन मुसलमानों को पाकिस्तान चले जाने की धमकियां दी जाती हैं, जिन मुसलमानों का नाम लेकर के मोदी भारत के बहुसंख्यकों को डराते हैं, वो मुसलमान देश की सिख कौम को बचाने के लिए पंजाब में जी जान से लगे हुए हैं। इसी सलमान खान की जब फिल्म आती है तो अंधभक्त जो है बायकॉट करते हैं। फिल्म किसका देखेंगे तो 2.5 किलो हाथ, फिल्म किसका देखेंगे तो 5 किलो हाथ, फिल्म किसका देखेंगे तो कश्मीरी फाइल, सब गायब है, कोई नजर नहीं आ रहे हैं, कोई नजर नहीं आ रहे हैं। नजर कौन आ रहा है तो मोहम्मद शमी नजर आ रहा है, नजर कौन आ रहा है तो सलमान खान नजर आ रहा है, नजर कौन आ रहा है मुस्लिम मदरसे के बच्चे नजर आ रहे हैं। कहाँ गए सब, कहाँ गए बायकॉट कर